ദുനിയാവ് വളരെ നശ്വരമായ ജീവിതമാണ്, അതിലെ വിഭവങ്ങൾ നിസ്സാരമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് ബുസ്താനി അടക്കമുള്ള ബഹുമാനപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ബഹുമാനമുള്ള ദീനിൻ്റെ സഹായികളായ യുവാക്കളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലാക്കി തരട്ടെ. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലും താഴത്തിലുമായ ഒരു ജീവിതവും മരണവും നമുക്ക് നൽകട്ടെ. അള്ളാഹു എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. ജന്നാത്തുൻ നഈമിൻ്റെ കവാടം എല്ലാവരുടെയും ഖബറിലേക്ക് അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. ബഹുമാനമുള്ള മോമിനീങ്ങളെ, ഇവിടെ വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ബോധ്യമില്ലാത്ത ഒരു വിഷയമാണെങ്കിലല്ലേ നീട്ടിപ്പറഞ്ഞ് ആമുഖം പറഞ്ഞ് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. ഇവിടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയുള്ളതാണ്. പിന്നെ സൊല്യൂഷൻസ് ആണ് പ്രശ്നം. എന്താണ് അതിനൊരു പരിഹാരം എന്നതാണ് വിഷയം. പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറ വളരെ വഴിവിട്ട ഒരു ജീവിതം ജീവിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അതാണ്. അതിനേക്കാൾ വലിയ ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ കേരളത്തിലോ ലോകത്തെവിടെയോ നിലവിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റതെല്ലാം നിസ്സാരമായ തർക്കങ്ങളോ ചർച്ചകളോ ആണ്. അത് നിസ്സാരവുമാണ്. അത് പൊറുക്കാൻ ബോധമുള്ളവർക്ക് പൊറുക്കാനും മാത്രമുള്ള വിഷയങ്ങളെ സമൂഹത്തിൽ ഇന്ന് എവിടെയുമുള്ളൂ. പക്ഷേ ഇത് പൊറുത്താലും പൊറുത്തില്ലെങ്കിലും തീരാത്ത ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ ഇടയിൽ കയറി വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ തലമുറകൾ വളരെ വഴിവിട്ട ഒരു ജീവിതം ജീവിക്കുന്നു എന്നതാണ്. ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. അതൊരു പ്രശ്നമായി തോന്നാത്തവർക്കാകട്ടെ യഥാർത്ഥ ദീനും ഉണ്ടാവുകയില്ല. ഒരാൾ നിസ്കരിച്ച് നോമ്പ് നോറ്റു എന്നതുകൊണ്ട് യഥാർത്ഥ ദീനും ഉണ്ടാവുകയില്ല. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയുന്നത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതായത് രണ്ടാണ്. ഈമാൻ അമൽ എന്ന രണ്ട് കാര്യത്തിൻ്റെ അപ്പുറം വീണ്ടും രണ്ട് കാര്യം, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. തൻ്റെ പരിസരത്തുള്ള ജനങ്ങളോട് സത്യവും ക്ഷമയും ഉപദേശിക്കുക. രണ്ടാണ്. ഒന്ന് ഈമാൻ, ഒന്ന് അമൽ. അത് ഈമാനും അമലുമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയാൽ പറ്റൂല. അതേമാതിരി ഇപ്പുറത്തും വേണം വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യം കൊണ്ട് ഉപദേശിക്കുകയും സഹനം കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുക. ഇത് ഏതൊരു മനുഷ്യൻ്റെയും ഇഹലോക ജീവിതത്തിൻ്റെ അനിവാര്യവും അവിഭാജ്യവുമായ ഒരു കാര്യമാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എന്നാൽ ഈ വിഷയത്തിൽ അമാന്തം കാണിച്ചിട്ടുള്ള ഏറ്റവും അമാന്തം കാണിച്ചിട്ടുള്ള തലമുറ നമ്മുടെ തലമുറയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത തലമുറയുടെ കാര്യത്തിൽ ബോധമില്ലാത്ത
രക്ഷിതാക്കൾ ഉള്ള തലമുറ ഈ തലമുറയാണ്. പഴയ തലമുറ അങ്ങനെയല്ല. ബാപ്പമാർ മോശമാണെങ്കിലും മക്കൾ നന്നാവണമെന്ന വളരെ വലിയ ഒരു ആഗ്രഹം പഴയകാല തലമുറകളിൽ മുഴുവനും ഉണ്ടായിരുന്നു. ഇന്ന് ബാപ്പമാർ നിസ്കരിക്കുന്നവർ, നോമ്പ് വിൽക്കുന്നവർ എന്നൊക്കെ അല്ലാതെ മക്കളെ കുറിച്ച് യാതൊരു ബോധവും ഇന്നത്തെ പുതിയ ബാപ്പമാർക്ക് ഇല്ലതാണ്. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ഇതിന് പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുമോ എന്ന് നമ്മൾ പേടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാര്യങ്ങളെ മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ കുറേ ആജ്യന്മാരും ഉസ്താദുമാരും നമ്മൾ നിസ്കരിക്കും, മറ്റു കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. എങ്ങനെ ഇസ്ലാം ഉണ്ടാകും? മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഗൗരവമായ പ്രശ്നങ്ങളിൽ ബോധവാന്മാരാകാത്തവർ മുസ്ലിമീങ്ങളിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി ഞാൻ ആ ഹദീസ് പറഞ്ഞുതരാം. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ഒരാൾക്ക് ഗൗരവം തോന്നിയിട്ടില്ലെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് അന്നന്ന് പ്രശ്നങ്ങളുണ്ടാവും, അതിലൊരാൾക്ക് ഗൗരവമായി ഇത് വലിയ ഗൗരവമാണെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഫലൈസ മിൻഹും, അവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല. ഇന്നത്തെ പ്രശ്നം ഒന്നുമല്ല, പള്ളിയില്ലാത്തതല്ല, മദ്രസ ഇല്ലാത്തതുമല്ല, അതൊക്കെ നമുക്കുണ്ട്. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. എമ്പാടും നമുക്ക് പള്ളികളുണ്ട്, എമ്പാടും നമുക്ക് മദ്രസകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിഷയം. ഇത് വളരെ ഗൗരവമായി മുസ്ലിമീങ്ങൾ ചിന്തിക്കും. ഇതിനെല്ലാവരും ഒത്തുകൂടുകയും ചിന്തിക്കുക. മുസ്ലിമീങ്ങളെ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അടുത്ത തലമുറയെ ഇസ്ലാമികമായ ചിട്ടയിൽ കൊണ്ടുവരൽ വല്ലാത്തൊരു വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറ ഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം എന്ന് അല്ലാഹു നിർബന്ധ കൽപ്പനയായി പറഞ്ഞിരിക്കുന്നു. ഏതൊരാളുടെയും ബാധ്യതയാണത്. അവനെയും അവൻ്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് അവൻ്റെ ബാധ്യതയാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കളുണ്ടാകാൻ വേണ്ടി എല്ലാവരും ദുആയിരിക്കും. മക്കളില്ലാത്തവരും ഭാഗ്യവാന്മാരല്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം ആ മക്കൾ തന്നെ ഈ ബാപ്പ നരകത്തിൽ വരാൻ കാരണമായാലും പഠിച്ചവനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇത് വല്ലാത്തൊരു പ്രശ്നം പറയാം. ഇന്നത്തെ ഗൗരവമുള്ള വിഷയം ഇതാണ്. നമ്മളിപ്പോൾ ഈ സദസ്സിനെ തന്നെ തിരഞ്ഞെടുക്കാം. ആരാണ് ഇപ്പോൾ ഈ സദസ്സിലുള്ളത്? വല്ലാത്തൊരു പരിപാടി, ഒരു വളരെ മണിക്കൂറുകളോളം ഒരു ബഹുമാനിയായ പണ്ഡിതൻ മണിക്കൂറുകളോളം ഇവിടെ നിന്ന് സംസാരിച്ചു. കുറേ ആളുകൾ പുറത്തുണ്ടായിരുന്നു, കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരാളെ കരുതി വന്നതാണ്, അയാളെ പ്രസംഗം കേട്ടാൽ മതി, മറ്റൊന്നും കേൾക്കണമെന്നില്ല എന്നൊക്കെയുള്ള ഒരു തരം ധാരണ. പിന്നെ ഇവ വന്നതാരാ? കുറച്ച് ഉസ്താദുമാരും വയസ്സായ ആളുകൾ. കേൾക്കേണ്ടവർ ഈ സദസ്സിൽ വളരെ കുറവാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. കൂടുതലും നമ്മളവിടെ ഈ വയസ്സന്മാർ, ഈ ഉസ്താദുമാർ അവരെല്ലായിടത്തും ഉണ്ടാവും. അടുത്ത തലമുറയോ? അടുത്ത തലമുറ അരക്ഷിതരും നിരുത്തരവാദികളുമാണ്. ഇത്രയേറെ പേടിക്കേണ്ട ഒരു വിഷയം വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് വല്ലാത്ത സംഗതിയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം